2022-23 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അരന്തക്കുളങ്ങര ഗവൺമെൻറ് LPS സ്കൂളിലാണ് ഈ ആഘോഷം നടക്കുന്നത്. കൊറോണയ്ക്ക് ശേഷമുള്ള പ്രവേശനോത്സവമാണ്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി നടത്തപ്പെടുന്ന വളരെ വലിയൊരു ആഘോഷമാണിത്. ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ വന്ന എല്ലാ കുട്ടികൾക്കും ആദ്യം തന്നെ ആശംസ അർപ്പിക്കുന്നു. അതുപോലെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള സുധ ടീച്ചർ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, PTA, അതുപോലെ രക്ഷകർത്താക്കൾ, നമ്മളുടെ സ്കൂളിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മുന്നോടിയായിട്ടും പ്രവേശനോത്സവത്തിന് ചുക്കാൻ പിടിച്ച എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ആശംസ പറയുന്നു. വൈസ് പ്രസിഡൻറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും, അതുപോലെ നമ്മളുടെ ചെയർപേഴ്സൺ, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, നമ്മളുടെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം പങ്കുചേർന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസ പറയുന്നു. അതുപോലെ തന്നെ മാതൃസമിതി പ്രസിഡൻ്റ് എന്ന നിലയിൽ വളരെ അധികം സന്തോഷമുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നതിൽ. അതുപോലെ എൻ്റെ മകൻ ഇവിടെയാണ് പഠിക്കുന്നത്, അതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു അക്കാദമിക് ഇയർ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2022-23 വർഷത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അങ്ങാടിക്കൽത്തേക്ക് അരന്തക്കുളങ്ങര ഗവൺമെൻറ് LP സ്കൂള് വിപുലമായ സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദാഹരണമായി നമ്മുടെ LKG UKG വിഭാഗം പ്രത്യേകം പരിഗണന നൽകിയാണ് നമ്മളിവിടെ സ്കൂൾ പ്രവർത്തിക്കുന്നത്. LKG UKG വിഭാഗത്തിലെ കുട്ടികൾക്ക് മാത്രമായി പഠനോപകരണങ്ങളും അതിൻ്റെ കളി ഉപകരണങ്ങളുമായി നമ്മൾ ഏതാണ്ട് 7 ലക്ഷം രൂപയോളം മുടക്കി നമ്മൾ പഠനോപകരണങ്ങളും കളി ഉപകരണങ്ങളും മാത്രം നമ്മൾ സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഭൗതിക സൗകര്യങ്ങൾ, പഠന സൗകര്യങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ട്രെയിനിങ് സ്കൂളായി തിരഞ്ഞെടുത്തിരിക്കുന്നതും നമ്മുടെ സ്കൂളിനെയാണ്, നമ്മുടെ അരന്തക്കുളങ്ങര LP സ്കൂളിനെയാണ്. നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണിയൂടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളായി നമ്മുടെ സ്കൂളിനെ ഉയർത്താൻ കഴിയും. അതിന് നമ്മുടെ സ്കൂളിൻ്റെ മുൻ HM ആയിരുന്ന രാജൻ D. ബോസ് സാറ്, ഇപ്പോഴത്തെ നമ്മുടെ HM ആയിട്ടിരിക്കുന്ന സുജ ടീച്ചർ, ബാക്കിയുള്ള ടീച്ചർമാരുടെ എല്ലാവരുടെയും സഹകരണവും, അതുപോലൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ രക്ഷകർത്താക്കൾ, അവരെയാണ് നമുക്ക് എടുത്തു പറയുന്നത്. നമ്മുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും രക്ഷകർത്താക്കൾ നമ്മളോടൊപ്പം, എന്ത് കാര്യം പറഞ്ഞാലും അവർ നമ്മളോടൊപ്പം സഹകരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുക, നമുക്ക് മുന്നോട്ട് പോകാം. നമസ്കാരം, ഞാൻ അരന്തക്കുളങ്ങര GLPSലെ HM ആണ്. എൻ്റെ പേര് സുധാകുമാരി KR. ഇന്ന് പ്രവേശനോത്സവമാണ്. വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്കിന്ന്. ഞങ്ങളുടെ നവീകരിച്ച കെട്ടിടം ഇപ്പോൾ എല്ലാം പണി പൂർത്തിയാക്കി. വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് സഹായിച്ച കുടുംബൻ ഗ്രാമപഞ്ചായത്തിനോട് ഞങ്ങളുടെ അഗാധമായ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ്, പഞ്ചായത്ത് മെമ്പർമാർ, പിന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളുമൊക്കെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പിന്നെ അതുകൂടാതെ വളരെ രസകരം, കുട്ടികളെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങാടിക്കൽ ഷിബുവിൻ്റെ നേതൃത്വത്തിൽ ഒരു മിമിക്സ് പരേഡും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വളരെയധികം രസകരമായിരുന്നു.
ഹലോ നമസ്കാരം. നിങ്ങളോടെല്ലാവരോടും ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചേട്ടൻ പറഞ്ഞു, ഇനി ആരും കൈയടിക്കരുത്, ശബ്ദം വെക്കരുത്, ബഹളം വെക്കരുത്. എല്ലാവരും ശബ്ദം വെച്ചേ. അടിക്കുന്നില്ലേ? കൈ അടയ്ക്കാവോ? ഞാൻ എന്തെങ്കിലും പിന്നെ ഇത് ദേഷ്യത്തോടെ നോക്കുന്നത് നല്ല ഓക്കെ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഈ മനോഹരമായ ദിവസത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ അറന്തകുളത്തിലെ പ്രവേശനോത്സവം, കേരളം മുഴുവൻ പ്രവേശനോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അറിവിന്റെ ലോകത്തിലേക്ക്, വിശാലമായ ലോകത്തിലേക്ക് തുറക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരായവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നമസ്കാരം. അപ്പൊ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവട്ടെ. അതേപോലെ അവരോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകർ, നമ്മുടെ കേൾക്കുന്ന അനധ്യാപകർ, അതേപോലെ തന്നെ രക്ഷകർത്താക്കൾ, എല്ലാവർക്കും ഈ പ്രോഗ്രാമിലെ ഹൃദയോഷ്മമായ സ്വാഗതം. ഇപ്പോഴത്തെ സമയം എന്ന് പറയുമ്പോൾ വരുമ്പോൾ ഇവിടെ അക്ഷരമാലകളുണ്ട്, എന്ത് വഴി പഠിക്കാൻ റോഡിന്റെ 2 സൈഡ് വരച്ചിട്ടുണ്ട്, എന്തൊക്കെ ഇല്ലേ, സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ. ഇഷ്ടപ്പെട്ട ക്ലാസ് റൂമൊക്കെ എല്ലാവരും 4 മെഡിക്കലായിട്ട് പഠിക്കുക. അപ്പൊ നമുക്കിനി വരും. ഇത്ര നേരം പ്രസംഗമൊക്കെ കേട്ടിങ്ങനെ താമസിക്കുകയാണ് അല്ലേ? ആയിരുന്നോ? ശരി. ഇനി നമുക്ക് കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് ഡാൻസ് കണ്ടു പോയാലോ? നിങ്ങൾ ഡാൻസ് കളിക്കുമോ ഞങ്ങളുടെ കൂടെ? എന്നാൽ എല്ലാവരും പെട്ടെന്ന് പായസമൊക്കെ കുടിക്കും. പെട്ടെന്ന് പായസം കുടിച്ചിട്ട് ക്ലാസ് ടീച്ചർമാരെ കൊടുക്കും. ഓക്കെ, റെഡിയാണോ? അപ്പൊ നിങ്ങൾ കുറെ അധികം പാട്ടുകളൊക്കെ പാടി രസിപ്പിക്കാനായിട്ട് അങ്കിളിന്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ ആളെ ഇങ്ങോട്ട് വിളിക്കട്ടെ. നിങ്ങൾ എല്ലാവരോടും പറഞ്ഞാലേ വിളിക്കൂ, അല്ലേ? ഞാൻ വിളിക്കൂ. വിളിക്കട്ടെ, പോരാ, വിളിക്കട്ടെ. അതാണ് ഈ പുതുതലമുറയാണ് ഈ ലോകത്തെ മാറ്റിമറിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാനല്ല പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയനായ പ്രസിഡന്റ് ഔൽ പക്കീർ സൈനുൽ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. അപ്പൊ നിങ്ങളെല്ലാം നല്ല സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും മികച്ചവരായി മാറണം കേട്ടോ. ശരി. അപ്പൊ ഒട്ടനവധി സ്റ്റേജുകളിൽ കൂടി കേരളത്തിലും കേരളത്തിനകത്തും പുറത്തുമായ 1500 വേദികളിൽ കൂടി നിരവധി പ്രകടനങ്ങൾ നടത്തി ഇന്ന് മലയാളം മിമിക്രി വേദിയിലെ സജീവ സാന്നിധ്യം. അതിലുപരി സുബൈർ തായിലും സംവിധാനം ചെയ്ത ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്ന ചലച്ചിത്രത്തിൽ കൂടിയും ഉൾക്കോടനെ പുറത്തിറങ്ങാൻ പോകുന്ന നിവിൻ കോടി ചലച്ചിത്രം കേരള പടയിൽ കൂടിയും മലയാള സിനിമയിലും സജീവമാക്കുന്ന ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഷിബു നടിക്കുന്ന നിറഞ്ഞ കൈദികളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ നല്ല കൈദി പ്ലീസ്. നമസ്കാരം. ഞാൻ വളരെ താഴ്മയായി ചോദിക്കുന്നു, നല്ലൊരു കൈദി പ്ലീസ്. താങ്ക് യു. അപ്പൊ എന്തായാലും ഞാനൊക്കെ പഠിച്ച സമയത്തെ ഓരോ ഓർമ്മകളും ഇപ്പോൾ കാണാനില്ല. പക്ഷെ ഓർമ്മകളുണ്ട്, അന്ന് കണ്ടിട്ടുള്ള കാഴ്ചകളൊന്നും ഇവിടെ കാണുവാനില്ലായിരുന്നു. എന്തായാലും വളരെ വിസ്മയം തീർന്നിട്ടുണ്ട് നമ്മുടെ സ്കൂള്, ഇതിൻ്റെ മുറ്റം, പരിസരം എല്ലാം. ഒരു വലിയ ആർട്ട് ഗാലറി പോലെയാണ് നമ്മുടെ ഈ സ്കൂൾ. ഞങ്ങളൊക്കെ സ്കൂളുകളുടെ സന്തോഷങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്നത്, ഞങ്ങൾ കളിക്കുന്നത് ഇവിടെ ഒരു തണൽ മരവും ഒരു മരവൂട്ടി ഒരു വലിയ മരവുമായിരുന്നു. കയ്യാലയിൽ പന്നി കൂട്ടത്തോടെ കയറുന്ന ഒരു ചരിവുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പന്നികൾ സജീവമാണ്, നമുക്കറിയാം. അതുപോലുള്ള ഒരു ഇറക്കത്തായിരുന്നു ഞങ്ങളൊക്കെ മൂട് കുത്തി നിരങ്ങി കളിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നതല്ല. അപ്പം ഏത് വിധേനായി ഏത് തരത്തിലും എങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്ക് വർണ്ണവിസ്മയം തീർക്കുന്ന, പഠിക്കാൻ ആകർഷകമായ രീതിയിൽ വീണ്ടും വീണ്ടും സ്കൂളിലേക്ക് വരണം എന്നൊതുങ്ങുന്ന രീതിയിലുള്ള ഒരുപാട് സുന്ദരമായ ചിത്രങ്ങളും കളിക്കോപ്പുകളും ഒപ്പം പഠനോപകരണങ്ങളും എന്തിനു കൂടുതൽ പറയുന്നു, സർവസദാ ഈ സ്കൂളിൽ ഉണ്ട്. മാത്രമല്ല നമ്മുടെ സ്കൂൾ ഒരു ചരിത്രമാണ്. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ സ്കൂളുണ്ട്. ഇവിടെ കണ്ണടയ്ക്കപ്പുറം എന്ന ഒരു ഹ്രസ്വചിത്രം നടൻ കൊച്ചു പ്രേമചേട്ടനെ ഉൾപ്പെടുത്തിയ ഒരു ഷൂട്ട് ഇവിടെ നടത്തിയിരുന്നു. അതിൻ്റെ പ്രിവ്യൂ ചെയ്തത് ഈ സ്കൂളിലാണ്. അത് അന്താരാഷ്ട്ര ലെവലിൽ ഷോർട്ട് ഫിലിമിലെ മത്സരത്തിൽ കൂടുകയും സമ്മാനത്തിന് അർഹമായതാണ്. അവിടെ ഈ സ്കൂളിൻ്റെ നെയിം ബോർഡുണ്ട്, ഈ സ്കൂളുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ വരമൊഴി മീഡിയ ചാനലിൻ്റെ ആളാണ് ഇപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത്. അതിലൂടെയും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാംസുകൾ കാണാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി മനോഹരമായൊരു ഗാനത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണോ?
നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? പായസം കുടിക്കുകയും പിന്നെ വിശക്കുന്നുണ്ടെന്നും കൂടി പറയുക. എല്ലാവരും പായസം കുടിച്ചോ? ഓക്കെ, സന്തോഷം. നമ്മളുടെ കുട്ടികളുടെ സന്തോഷമാണ് നമ്മളുടെ ഇന്നത്തെ ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. അപ്പോൾ എനിക്കൊപ്പം പ്രോഗ്രാംസിന് വന്നിരിക്കുന്നത് മിസ്റ്റർ അരുൺ നെടുങ്കാവാണ്. നിരവധി ടെലിഫിലിമിലും മലയാളത്തിലെ കാണാക്കുയിൽ എന്ന സീരിയലിലും അതേപോലെ ഓണനിലാവ് എന്ന വൈറൽ വീഡിയോ ഗാനത്തിൻ്റെ ശ്രദ്ധേയനായ കലാകാരൻ. കരിയിലെയും മണ്ണാങ്കട്ടയും എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു വേഷം. തീർച്ചയായും കലാകാരനെ നമുക്ക് വേദിയിലേക്ക് യഥാർത്ഥമായി സ്വാഗതം ചെയ്യാം. യെസ് പ്ലീസ് വെൽക്കം മിസ്റ്റർ അരുൺ ഓൺ ദ സ്റ്റേജ്. താങ്ക് യു. ഇനി ഇവിടെ തന്ന ഇതേ കൈയിലെ പ്രോത്സാഹനം തുടർച്ചയായി തീർച്ചയായും നിങ്ങളിൽ നിന്ന് നമുക്കുണ്ടാവണം. ഇറങ്ങിയ സിനിമ ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. ഇറങ്ങാൻ പോകുന്ന സിനിമ നിവിൻ പോളിക്കൊപ്പം കേരളപ്പടയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമുള്ളത് ഷൈൻഡോ ചാക്കോയ്ക്കൊപ്പം സായിപ്പിൻ്റെ മകൻ, കാർൽ മാക്സ്, പൂക്കാലം, നായർ പട്ടാളം, അങ്ങനെ തുടങ്ങി ഒരു 7 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും എപ്പോഴും ഉണ്ടാവും. മനോഹരമായ ഒരു ഗാനത്തിലേക്ക് അമ്പത്തൊമ്പത് മുമ്പന്മാരുടെ
നിന്നെ ഞാൻ കണ്ടപ്പോ എന്റെ സ്വാഗതം. വളരെ പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഏത് തരത്തിലുള്ള ശബ്ദമാണ് ആദ്യം അനുകരിക്കുന്നത്? ആദ്യമായിട്ട് നമ്മുടെ കൽപ്പന ചേച്ചിയുടെ ശബ്ദം. മലയാള സിനിമയിൽ ഒട്ടനവധി വേഷങ്ങൾ അനായാസനെ കൈകാര്യം ചെയ്ത കലാകാരിയായിരുന്നു കൽപ്പന ചേച്ചി. അപ്പോൾ കൽപ്പന ചേച്ചിയുടെ മനോഹരമായ ശബ്ദം ബിനുവിന്റെ കടനാമങ്ങളിൽ കൂടി നമുക്ക് കേൾക്കാം. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അടുത്തതായി ഏത് നല്ലൊരു സംഭവമാണ്? അടുത്തത് നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ജനാർദ്ദനൻ ചേട്ടൻ. മലയാള സിനിമയിൽ നായകനും പ്രതിനായകനും ഒക്കെയായി കടന്നുവന്ന സുന്ദരനായ നടൻ ജനാർദ്ദനൻ. അയ്യോ എടാ തങ്കപ്പ, നീ തങ്കപ്പനാണ് പൊന്നപ്പന പൊന്നപ്പൻ. എടാ ഇഗോ നോക്കി നിൽക്കാതെ അടിച്ചൊഴിക്കണ അവന്റെ മുട്ടുകാല്. എന്റെ മുട്ടുകാലല്ല അവന്റെ മുട്ടുകാല്. പോടാ തെണ്ടി. ഓക്കെ, അടുത്തതായി ഗോഡ് ഫാദർ എന്ന സിനിമയിൽ അഞ്ഞൂറാണ് എന്ന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച എൻ പിള്ളയാണ്. എൻ പിള്ളയുടെ ശബ്ദം കേട്ടിട്ട് മലയാള സിനിമയുടെ നാടകാചാര്യൻ എൻ പിള്ള. മറക്കണോ? ഏതൊക്കെയാണോ ഞാൻ മറക്കുന്നത്? എടോ ആഴ്ചയോ എടോ എടോ പറയേ എടോ പറയടോ എടോ പറയേ എടോ പറയടോ. താങ്ക് യു ബിനു. നല്ലൊരു കൈയിലൂടെ ഈ കലാകാരനെ നമുക്ക് യാത്രയാക്കാം. നല്ല കൈ പോരാ.
ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തമ്മിൽ ഇതിനെതിരെ പോരാടേണ്ട നമ്മുടെ യുവതലമുറ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ സ്കൂളുകളിലും കോളേജുകളിലും സമൂഹത്തിലും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ സന്തോഷിക്കുന്ന മറ്റൊരു സമൂഹം ഇതിനെ മുതലെടുക്കുന്നു. ഇതിന് ഒരു പരിധിവരെ ലോകാസമസ്ത സുഖമാകുന്നു എന്ന ആത്മവാക്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക. ഒരു ചേർത്തുപോലെ നിങ്ങൾ ഒത്തുചേരും. She's